ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ ഇന്ന് ഷിപ്പിൽ രണ്ടാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങും, നമ്മൾ പോർട്ട് പ്ലെയറിൽ എത്തും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു. ഉച്ചക്ക് നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ആൾ ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് എഴുന്നേറ്റത് അതുപോലെ ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഉറങ്ങി, വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഏട്ടായി രാവിലെ എഴുന്നേറ്റ് പോയി ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി വന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇവിടെയായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ഇത് ബങ്കായിരുന്നു കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ക്യാബിനൊക്കെ നമുക്ക് എടുക്കുവാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂം പോലെ കിട്ടും. അപ്പോൾ ഈ ഒരു പുതിയ ഷിപ്പ് ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല നീറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ബങ്ക് എടുത്തു. പിന്നെ ക്യാബിന് ഫുള്ള് ടിക്കറ്റൊക്കെ ഫുള്ളും ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഉണ്ടാവുക, ഇങ്ങനെ മുകളിലും താഴെയും നമുക്ക് കിടക്കാൻ പറ്റും. ഇപ്പുറം അപ്പുറമൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷിപ്പിലെ ബാത്റൂം കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു ഇടതുവശം മൊത്തം ടോയ്ലറ്റും വലതുവശത്ത് ബാത്റൂമും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ വന്നിട്ടുള്ളത് നല്ല നീറ്റായിരിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചൂടുവെള്ളമൊക്കെ കിട്ടും. അങ്ങനെ വൃത്തിയില്ലാണ്ടൊന്നും അല്ല കേട്ടോ, നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ദോശയും സാമ്പാർ, ചട്നി, മുട്ട. ഊത്തപ്പ ദോശയല്ല, ഊത്തപ്പം. അതെല്ലാം കട്ടിയുണ്ട്. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കട്ടെ. ചുക്കു എഴുന്നേറ്റില്ല, ചുക്കു ഉറക്കാണ്. ഇത് ഇന്നലെ ലേറ്റായി ഉറങ്ങുമ്പോൾ തന്നെ. എന്നിട്ട് കൊണ്ടുവന്ന് കിടത്തിയ എത്ര മണിക്ക്? 10:30. അത് കഴിഞ്ഞ് കുറേ നേരം കളിച്ചിട്ട് ഉറങ്ങി. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. തണുക്കുന്നു കിടക്കടാന്ന്. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ, നമ്മുടെ സ്ഥലത്ത് നമ്മൾ എത്തി. ഇനി നമ്മൾ ഇറങ്ങിയിട്ടോ, അവിടെ പോകണം. സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമ്മൾ സെറ്റാക്കി വെക്കാം. കുറച്ച് സാധനങ്ങൾ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു, ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടി നോക്കുകയാണ്. ലെയറിലെത്തി. അങ്ങനെ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. റൂമിൽ പോയിട്ട് കുളിക്കുക, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. ഓക്കെ, ബാക്കി കാണാം. അപ്പോൾ ഇവിടെ ആയിട്ട് നമ്മൾ ഇന്നലെ കിടന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ, ഇവിടെ ഏട്ടായി, ഇവിടെ ഏട്ടായി. ഇത് നമ്മൾ ഷിപ്പിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇതാ നമ്മൾ വന്ന ഷിപ്പ്, നളന്ത. നമ്മളെ പുതിയ ഇന്റർനാഷണൽ എയർപോർട്ട് പോർട്ട് പ്ലെയറിൽ ക്ലിയർ ആയിട്ടാണല്ലോ. നമ്മളിനി എന്തായാലും പോകും അങ്ങോട്ട്. അപ്പോൾ കാണിക്കും. അങ്ങനെ നമ്മൾ റൂമിലെത്തിട്ടോ. നമ്മൾ ദ്രൗപദീസിൻ്റെ ഇവിടെയുള്ള റൂമിലാണ് നിൽക്കുന്നത് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ ഇതാ നമ്മൾ റൂമിലെത്തി.
ഇനി നമുക്ക് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം. ഇത് പൊടി അടിക്കുന്നുണ്ടോ? ഇത് പുതിയ സ്ഥലത്തിട്ട്. ഓക്കെ ബൈ. ഇനി നമ്മള് ഫുഡ് കഴിക്കട്ടെ, ഫ്രഷ് ആവട്ടെ. അപ്പൊ നമ്മളെ ഫുഡ് വന്നു കേട്ടോ. നമ്മൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ നോക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞു. ജുഗു ഇതാ ഉറക്കാട്ടെ. ജുഗുടെ റൂമിൽ ഞാൻ ജുഗുവിനെ ഉറക്കി കിടത്തി. ഏട്ടൻ കുളിക്കുകയാണ്. അപ്പം ഞാൻ കഴിക്കാം കേട്ടോ. നമ്മളിന്നും പുറത്തുനിന്ന് വാങ്ങും കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതാ നമ്മളെ പണ്ടത്തെ ക്വാർട്ടറിൽ വന്നു കേട്ടോ. അവിടെ കുറേ സാധനങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ക്വാർട്ടർ ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ ഒഴിവാക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാട്ടോ നമ്മുടെ പണ്ടത്തെ ലൈറ്റ് ഇട്ടൊക്കെ. ആ ലൈറ്റൊന്നും ഓൺ ആവുന്നില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്വാർട്ടറായിരുന്നു ഇത്. ഇനി ഇവിടുന്ന് പോക്കാണല്ലോ ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. ആ ഓ ബാറ്റ് അല്ല അത്. ഇതൊക്കെ നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഫുള്ള് പോയി കേട്ടോ. ഉപയോഗിക്കാതെ വെച്ചിട്ട് മൊത്തം ഖറാബായി. ഫുള്ള് സാധനങ്ങൾ കുറേ കളയാനുണ്ട്, കുറേയൊക്കെ ആർക്കൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ വരച്ചത് കേട്ടോ. ഇതാ നമ്മുടെ ബെഡ്റൂം. നമ്മുടെ റൂമായിരുന്നു ഇത്. ഇനി റൂം ആയിരുന്നു എന്നല്ലേ പറയാൻ പറ്റൂ. ക്ലോസ് ചെയ്തു. അയ്യോ നല്ല ക്വാർട്ടറായിരുന്നു അല്ലേ ഇത്. ഇനിയിപ്പോ ഇതുപോലത്തെ കിട്ടുമോ? ചെറിയൊരു വിഷമമുണ്ട്, എന്നാലും സന്തോഷമുണ്ട്. കറണ്ടി കളിക്കരുത്. താഴെ ഇറങ്ങി. ഇതിപ്പോ ഞാൻ ബാറ്റ് എടുക്കട്ടെ. ഇതാ നമ്മുടെ കിച്ചൺ ആയിരുന്നു കേട്ടോ ഇത്. നമ്മളെ കുഞ്ഞു കിച്ചൺ ആയിരുന്നു കേട്ടോ. ജുഗു ബാൽക്കണിയിൽ ലൈറ്റ് എത്തിച്ചില്ല. ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല ബാൽക്കണിയിൽ. നമ്മുടെ ബാൽക്കണി വലിയുണ്ടോ? ഇതൊക്കെ ക്ലീൻ ആക്കണ്ടേ കേട്ടോ. അയ്യോ എൻ്റെ പണ്ടത്തെ ഞാനിവിടുന്ന് പോകുമ്പോൾ വെച്ച അലോവേര ഇത്. എനിക്ക് വെള്ളമൊന്നും ഇല്ലാണ്ട് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഇത്. ഫുള്ള് രാത്രിയായിട്ടോ. ഓ വേറെ അടി ഇട്ടു. ബോർഡിനോട് കളിക്കരുത്. മോനെ ഇതെല്ലാം ഇപ്പൊ തീരും. ഞാനിത് ഇത്രയും ഉണ്ടെന്ന് വിചാരിച്ചിട്ടില്ല. ശരി കണ്ടപ്പോഴത്തേക്ക് എത്രയാണ് കൊടുത്തു. താഴേന്ന് കൊടുത്തു. ഞാൻ കഴിച്ചിട്ടൊരു 3-4 സ്പൂണ് ബാക്കി വെച്ചിനെ. അതെന്തിട്ട് കഴിക്കുന്നേ. ഫ്രിഡ്ജൊക്കെ പോയില്ലേ ഫുള്ള്. ഇത് തുരുമ്പൊക്കെ എടുത്തു ഫ്രിഡ്ജൊക്കെ. ഏത് ടെക്സ്റ്റ്? എന്റെ വേണം. ഡിഗ്രീന്റെ അല്ലേ? വേണം. അയ്യോ ഇതൊക്കെ ഫുള്ള് പോയി. അപ്പൊ ഇതാ നമ്മൾ അവിടുന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെയും കുളിച്ച് ഫ്രഷായി നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിലാട്ടോ. നമുക്കിന്ന് ഉച്ചക്ക് രാത്രി ഭക്ഷണം. അവളെ ഫ്രണ്ടിനെ കണ്ടിട്ടുമില്ല വന്നിട്ട്. അപ്പൊ നമ്മൾ കാണാനും കൂടി എല്ലാത്തിനും കൂടെ വേണ്ടി പോക്കാട്ടോ.
ജിഗു ഒരു ബയ്യനെ കാണാൻ പോവാണോ? അവിടെ വേറെ ബയ്യുണ്ട്. റോഡിൽ കൂടെ പോകുന്ന ബയ്യനെ കണ്ടിട്ട് താഴെ ഇറങ്ങി വീഴുമ്പാ, നമുക്ക് പോവാം. ആ ദീദി ഉണ്ടായിരുന്നല്ലേ. വാ പോവാം പോവാം വാ, വേഗം വാ ജുഗു, ലേറ്റ് ആയി. അപ്പൊ നമ്മൾ ഇറങ്ങട്ടോ. ജുഗു വെയിറ്റ് ചെയ്യ്, ബയ്യ ഇരിക്കട്ടെ. ഇച്ചിരി മുന്നോട്ടിരിക്കും ജുഗു, അവിടെ ഇരിക്കേ ജുഗു. ഇവിടെ വാ, ഇവിടെ വാ. ഇവിടെ വാ, ഇവിടെ വാ. എല്ലാം പെറുക്കിയിടുക അതിൻ്റെ അത്. ആ പൊട്ടിയതാണേ. കൈ 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 ജുഗു. അവനെല്ലാം ബ്ലൂവാ. റെഡ്. ആ സ്റ്റാർട്ട് ചെയ്യ് ജുഗു. അപ്പൊ നമ്മളിതാ എല്ലായിടത്തും പോയി, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. ഇതാ നമ്മൾ പണ്ടത്തെ റൂമിലേക്ക് വന്നു കേട്ടോ. ഇന്ന് നമ്മൾ ഇവിടെ കിടക്കാൻ വിചാരിച്ചു, കാരണം നാളെ നമ്മൾ ബെഡൊക്കെ ഊരുമല്ലോ അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാട്ടോ കിടക്കുന്നത്. പിന്നെ നാളെ മുതൽ അപ്പുറത്തെ റൂമിൽ കിടക്കും. നമ്മളെ റൂമിലേക്ക് വന്നു കേട്ടോ. നമ്മൾ കിടക്കാൻ പോവാണ്. നാളെ കുറേ പരിപാടി ഉണ്ട് കേട്ടേക്ക്, കുറേ ബിസിയാണ്, കുറേ ഇതൊക്കെ പരിപാടി. അപ്പോൾ നമ്മൾ കിടക്കാൻ പോകാല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അതിന് കാര്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വീഡിയോസൊക്കെ നാളെ കാണാം. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്തൊരു നല്ലൊരു വീഡിയോ വെച്ചാൽ അതുവരെ ബൈ, ഗുഡ് നൈറ്റ്. ജിഗു ബൈ പറയൂ. ബൈ ബൈ എന്നറ പറയ്. ആ ഗുഡ് നൈറ്റ് പറയൂ. പറയ് ഗുഡ് നൈറ്റ് എന്നറ. ഗുഡ് നൈറ്റ് എന്നറ.